കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻകാലങ്ങളുടെ ചരിത്രമെടുത്താൽ അത് രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കപ്പെടാം. കാരണം നോക്കൂ, കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകണമെന്നായിരുന്നു പ്രധാനമായും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടത്. ചെന്നിത്തല മുഖ്യമന്ത്രി ആവട്ടെ, പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന നിലപാടായിരുന്നു. പക്ഷേ ഡൽഹിയിലെത്തുമ്പോഴേക്കും ആ തീരുമാനം മാറിമറിയുകയാണ്. അന്ന് ഹൈക്കമാൻഡ് സോണിയാഗാന്ധി എടുത്ത തീരുമാനം രമേശ് ചെന്നിത്തല തൽക്കാലം പ്രതിപക്ഷ നേതാവായി തുടരേണ്ടതില്ല, പകരം പുതിയൊരാൾ വരട്ടെ, വി ഡി സതീശൻ വരട്ടെ എന്നതായിരുന്നു നിലപാട്. അതായത് അന്ന് ഈ പറഞ്ഞതുപോലെ MLA-മാരുടെ ഭൂരിപക്ഷമോ കണക്കോ ഒന്നും പരിഗണിക്കപ്പെട്ടില്ല. അതിനപ്പുറത്തേക്ക് കുറെ കൂടി ജനകീയനായ ആരെങ്കിലും ഒരാൾ അന്ന് പ്രതിപക്ഷ നേതാവായി വരട്ടെ എന്ന നിലപാട് അംഗീകരിക്കുകയാണ് ചെയ്തത്. ആ ഒരു നിലപാട് ഇവിടെ തുടരുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം നമുക്കറിയാം. ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ KC വേണുഗോപാലിനുണ്ട്, ഒപ്പം ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന സീനിയോറിറ്റിയുടെ വിഷയമുണ്ട്. അദ്ദേഹത്തിനൊപ്പം ഏതാണ്ട് 23 MLA-മാരുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നു. അത്തരത്തിൽ നേരത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുനിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹം വളരെ സൈലന്റ് ആയിരുന്നു, അത് അംഗീകരിച്ചു. സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ സീനിയറായ ആൾ രമേശ് ചെന്നിത്തലയാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ്, വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് നടത്തിയ പ്രവർത്തനം, ടീം UDF എന്നുള്ള ഒരു കൺസെപ്റ്റ്, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞ സംഖ്യയിലേക്ക് UDF-നെ, ആ ടീമിനെ കൈപിടിച്ച് നയിക്കാൻ വി ഡി സതീശന് സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സംവിധാനത്തെ നയിക്കുക എന്നതിനൊപ്പം തന്നെ ജനപിന്തുണ, അതായത് ഒരു ജനകീയ കണക്കെടുപ്പെടുത്താൽ ഒരു പക്ഷേ അത് വീടിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് അണികൾക്കിടയിലുണ്ട്, പ്രവർത്തകർക്കിടയിലുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല. ഇതിലേത് ഘടകം പരിഗണിക്കപ്പെടും എന്നതൊരു നിർണായകമായ കാര്യമാണ്. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. കാരണം ശരി ഞാൻ ഇതിലേക്ക് വരാം. എന്തായാലും അധികം വൈകാതെ നിയമസഭാ കക്ഷി യോഗം ആരംഭിക്കും. നിരീക്ഷകർ ഉടനെത്തും ഇന്ദിരാഭവനിലേക്ക്. പാർട്ടിയിൽ ഒരു സതീശൻ മാത്രമല്ല, ഒരുപാട് സതീശന്മാരുണ്ടെന്ന് കെ സുധാകരൻ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക പേര് പറഞ്ഞിട്ടില്ല, പകരം ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും കെ സുധാകരൻ വ്യക്തമാക്കി. DD Sudhishan also is in the race right now. Do you think he needs to be there in the CM phase because he headed the LOP? Not only VD Sudhishan, there are so many VD Sudhishan in party. Indian National Congress is a lateral leaders. കെ സുധാകരന്റെ പ്രതികരണമാണ് കണ്ടത്. നിലപാട് അറിയിക്കേണ്ടയിടത്ത് അറിയിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക പേര് പറഞ്ഞിട്ടില്ല, പകരം ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് കെ സുധാകരന്റെ പ്രതികരണം. കേരള മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന്, ആരാകും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് AICC നേതൃത്വം. നിരീക്ഷകർ കേരളത്തിലെത്തി ചർച്ചകൾ നടത്തുകയാണ്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഇടവേള.